പൂയപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം LDF-നും കിട്ടി. പൂയപ്പള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനം LDF-നും ലഭിച്ചു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട LDF പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ പുറത്താക്കിയിരുന്നു. അതിന്റെ ഭാഗമായി ഇന്നു രാവിലെ 11 മണിക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2 മണിക്ക് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടന്നു. തിരഞ്ഞെടുപ്പിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ആകെയുള്ള 16 അംഗ ഭരണസമിതിയിൽ 8 UDF-ഉം 7 LDF-ഉം 1 BJP അംഗവുമാണ് ഉള്ളത്. UDF കൊണ്ടുവന്ന അവിശ്വാസം പാസാക്കാൻ BJP അംഗം വോട്ട് ചെയ്തിരുന്നു. അതേ നിലപാട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു. UDF-ൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേർ അവകാശവാദം ഉന്നയിച്ചതോടെ പ്രശ്നം സങ്കീർണമാവുകയായിരുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി S മായയ്ക്ക് അനുകൂലമായതോടെ കോൺഗ്രസിലെ മുൻ പ്രസിഡന്റും കാറ്റാടി വാർഡ് മെമ്പറുമായ B വസന്തകുമാരി കൂറുമാറി LDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. BJP-യുടെ ഏക മെമ്പർ ശ്രീലാൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതോടെ ഇരു വിഭാഗത്തിനും 8 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെ ഞറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ S മായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉച്ചയ്ക്ക് നടന്ന തിരഞ്ഞെടുപ്പിലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നടന്നതുപോലെ തുല്യ വോട്ട് നേടി ഞറുക്കെടുപ്പിലൂടെ LDF-ലെ CPI അംഗം R ഉദയൻ വൈസ് പ്രസിഡന്റായി. ന്യൂസ് ബ്യൂറോ, പൂയപ്പള്ളി.